സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കും. രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കണമെന്നും ജീവനക്കാരിൽ 75% കുറയാത്തവർ സൗദികളാണെന്ന് ഉറപ്പുവരുത്തണം എന്നുമാണ് സൗദി മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചത്. സ്ഥാപനങ്ങൾ സൗദികളെ ആകർഷിക്കണമെന്നും ഉചിതമായ തൊഴിൽ അവസരങ്ങൾ നൽകണമെന്നും മന്ത്രാലയം എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ വേതനം 2024 45% വർദ്ധിച്ചു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം ഇപ്പോൾ 24 ലക്ഷമായി ഉയർന്നിട്ടുണ്ടെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. UAE എല്ലാ കമ്പനികളും തങ്ങളുടെ എമിറാത്തി ജീവനക്കാർക്ക് തൊഴിൽ നൽകി 30 ദിവസത്തിനകം അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്നും മാഷി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് സൃഷ്ടിക്കണമെന്നും ജനറൽ പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റി ഇൻഷുറൻസ് പെൻഷൻ ആനുകൂല്യങ്ങൾ കണക്കുകൂട്ടുന്നതിൽ കൃത്യത ഉറപ്പാക്കാൻ ഫെഡറൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ ഉടനീളമുള്ള എമിറാത്തി ജീവനക്കാർ ജോലിയുടെ ആദ്യ മാസത്തിനുള്ളിൽ GPSSAയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അതോറിറ്റി അറിയിച്ചു. UAE ജോലി ചെയ്യുന്ന GCC പൗരന്മാരും GPSSAയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ദുബായിലെ കുട്ടികൾക്ക് അറബി ഭാഷ പഠിക്കാൻ സുവർണാവസരം. ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി കുട്ടികളിൽ അറബി ഭാഷാ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ നയം അവതരിപ്പിച്ചു. ദുബായിലെ എല്ലാ സ്വകാര്യ വിദ്യാലയങ്ങളിലും ചൈൽഡ്ഹുഡ് സെന്ററുകളിലും 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അറബി ഭാഷാ വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നതാണ് പുതിയ നയം. എമിറാത്തി സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവയിൽ അഭിമാനബോധം വളർത്താൻ സഹായിക്കുന്നതിനായി വിദ്യാലയങ്ങളിലും സമൂഹത്തിലും അറബി ഭാഷയുടെ ഉപയോഗം ശക്തിപ്പെടുത്തുകയാണ് പുതിയ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അതോറിറ്റി അറിയിച്ചു. UAEയിൽ ഇന്ന് പരക്കെ നേരിയ മഴ. അബുദാബി, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലാണ് ഭാഗികമായി മഴ ലഭിച്ചത്. മഴ തുടരുന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ആകാശം ഭാഗികമായി മേഘാവൃതമാണ്. തീരപ്രദേശങ്ങളിലും വടക്ക് കിഴക്കൻ മേഖലകളിലും മഴ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. സൗദി സ്ഥാപക ദിനം 15 നഗരങ്ങളിൽ വർണ്ണാഭമായ കലാ സാംസ്കാരിക പരിപാടികൾ. ഇന്നും നാളെയും മറ്റന്നാളും കെട്ടിടങ്ങളും റോഡുകളും പാർക്കുകളുമെല്ലാം ദേശീയ പതാകകളാലും വൈദ്യുത ദീപങ്ങളാലും ഡ്രോൺ ഡിസ്പ്ലേകളാലും പ്രകാശപൂരിതമാകും. അൽ ഉലയിൽ നടക്കുന്ന അൽസ്രായ ഫെസ്റ്റിവലാണ് സ്ഥാപക ദിനത്തിലെ പ്രധാന ആഘോഷം. കുവൈത്തിലെ മംഗഫിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ചെന്നൈ സ്വദേശി മരിച്ചു. തിരുവോർക്കാട് കോഓപ്പറേറ്റീവ് നഗറിലെ തെക്കേക്കര വീട്ടിൽ എഡ്വിൻ ഡൊമിനിയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. മംഗഫിലെ അൽമീർ ടെക്നിക്കൽ സർവീസ് കമ്പനിയിലെ എഞ്ചിനീയറായ എഡ്വിൻ 1 വർഷം മുമ്പാണ് കുവൈത്തിൽ എത്തിയത്. അജ്മാനിലെ നമിയ പ്രദേശത്ത് 24-കാരനായ ബംഗ്ലാദേശി യുവാവിനെ കാണാതായി. സൗദ് ജമാൽ സക്കറിയയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായത്. കാണാതാവുന്ന സമയത്ത് ഇയാൾ ബ്രൗൺ ഷർട്ട്സും നീല ടീഷർട്ടും കറുത്ത ബനിയനും ധരിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള യുവാവിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ 05288351991 എന്ന സൗദിന്റെ അമ്മാവന്റെ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഫാറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസ കോളേജ് വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ ദുബായ് മംസാറിലെ ഫോക്ലോർ തിയേറ്ററിൽ നടക്കും. മൺമറഞ്ഞ ഗായകൻ P. ജയചന്ദ്രനെ അനുസ്മരിക്കുന്ന പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം എന്ന സംഗീത പരിപാടിയിൽ പ്രമുഖ ഗായകർ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രവേശനം സൗജന്യമാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും. 500 ദിർഹം മുതൽ 5000 ദിർഹം വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ടിക്കറ്റുകളെല്ലാം നേരത്തെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം ദുബായിലാണ് നടക്കുന്നത്. ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചാൽ ഫൈനലും ദുബായിൽ തന്നെയാകും.